നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവറാം സ്കൂളിലാണ്. 15 വർഷക്കാലമായിട്ട് ഒരു റെക്കോർഡ് നിലനിർത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനമാണ്. 15 വർഷക്കാലമായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, അതായത് നമ്മുടെ ഉപജില്ലാ സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്ന ഒരു സ്കൂളെന്ന അഭിമാനത്തിലാണ് ശിവറാം സ്കൂള്. അപ്പോൾ ഈ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇന്ന് ഈ ട്രോഫിയുമായി കൊല്ലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ചു. സ്കൂൾ തിരിച്ചെത്തി. വളരെ അഭിമാനമായ നിമിഷമാണ് ഇത്. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ, പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 15 വർഷം ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതുന്നതാണ് നമ്മളൊക്കെ. ഒരു സ്കൂളിനും അങ്ങനെ നിലനിർത്താൻ കഴിയില്ല. പക്ഷേ വളരെ അത്ഭുതകരമായ ഒരു വിജയമാണ് സ്കൂൾ കൈവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, അനധ്യാപകർ, അതുപോലെ PTA ആളുകൾ, പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്രത്തോളം വളരെ ഗംഭീരമായ ഒരു വിജയം, കരുത്താർജിച്ച ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ സ്കൂള്. വളരെയധികം സന്തോഷം. നമുക്ക് കാഴ്ചകളിലേക്ക് 2023-24 അധ്യയന വർഷത്തിലെ കുണ്ടറ സബ് ജില്ലാ കായികമേളയിൽ UP HSS വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ ഇപ്പം നടന്നത്. 10-15 വർഷങ്ങളായിട്ട് ശിവറാം സ്കൂളാണ് ഓവറോൾ കിരീടം കായികമേളയിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം അതിയായ സന്തോഷമുണ്ട്. ഇതിന് പരിശ്രമിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കായിക അധ്യാപകനും സാറിനെ സഹായിച്ച എല്ലാ അധ്യാപകേതര വിഭാഗം ജീവനക്കാർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശിവറാം NSS ഹയർ സെക്കൻഡറി സ്കൂളാണ് കുണ്ടറ സബ് ജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കായികാധ്യാപകൻ ഹർഷകുമാർ സാറിന്, അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും കൂടുതൽ സഹായിച്ച PTA അംഗങ്ങൾ, എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ. 2023-24 സ്കൂൾ വർഷത്തെ കുണ്ടറ സബ് ജില്ലാ കായിക മേളയിൽ ഓവറോൾ കിരീടം നേടാൻ സഹായിച്ച നമ്മുടെ സ്കൂളിലെ, പ്രത്യേകിച്ച് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ കലാലയത്തിലെ കുട്ടികൾ വളരെയധികം പ്രയാസപ്പെട്ട് വളരെയധികം കായിക അധ്വാനം നടത്തി അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ നൽകായി നമ്മുടെ കായിക അധ്യാപകൻ അക്കാര്യത്തിലെടുത്ത എഫേർട്ട് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിലെടുത്ത താല്പര്യങ്ങൾ വളരെ വലുതാണ്. ആ താല്പര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിത്തന്ന ഈ കലാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും PTA-ക്കുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർച്ചയായിട്ട് 15-ാം വർഷം ആലോചിച്ച് നോക്കണം. ഒരു സ്കൂള് തുടർച്ചയായിട്ട് 15 വർഷം ഒരു ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രമാത്രം എഫർട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ PTA-യും അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തുടർച്ചയായിട്ട് 15 വർഷം ഈ സബ് ജില്ലാ കായിക മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പുകൾ നിലനിർത്തുന്നത്. ഈ വർഷത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളൊരു സമഗ്രമായ ഒരു ആധിപത്യം നമ്മുടെ കുണ്ടറ സബ് ജില്ലയിൽ കായിക മേഖലയിൽ നിലനിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP തലങ്ങളിലുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്നാലും ഫസ്റ്റ് ഓവറോളാണ് നേടിയിരിക്കുന്നത്. സെക്കൻഡ് എന്നൊരു സംഭവമില്ല, എല്ലാം ഫസ്റ്റാണ് നമ്മുടെ കുട്ടികൾ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പും നമ്മുടെ സ്കൂളിൽ നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അവരാണ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാം. അപ്പോൾ തുടർന്നും അവരിൽ നിന്നും മികച്ച വിജയങ്ങൾ ഉണ്ടാവണം. പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 4 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അലൻ അത്ലറ്റിക്സിലും ഫുട്ബോളിലും സംസ്ഥാന ലെവലിൽ പങ്കെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അശ്വനി ശിശുപാലൻ, നന്ദന, പൂജ, അസ്ന എന്നീ കുട്ടികൾ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള വർഷങ്ങൾ സംസ്ഥാന തലത്തിൽ മെഡലുകൾ നേടുക എന്നുള്ളതാണ് നമ്മുടെ ശിവറാമിനെ സംബന്ധിച്ചുള്ള അടുത്ത ലക്ഷ്യം. അതിനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകർ, PTA എല്ലാവരുടെ കൂടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ
നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. വളരെ സന്തോഷകരമായ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിവറാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച നമ്മുടെ ഘോഷയാത്ര സാരഥി ജംഗ്ഷൻ ചുറ്റി, പഴയ ബസ് സ്റ്റാൻഡ് ചുറ്റി, അതുപോലെ തന്നെ നമ്മുടെ TKM സ്കൂളിൻ്റെ സമീപം വരെ കരിക്കോട് ജംഗ്ഷനിൽ എത്തി. ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികളും PTA അംഗങ്ങളും അധ്യാപകരും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും സഹകരിച്ചാണ് ഇന്ന് ശിവറാം സ്കൂളിലെ ഈ ഘോഷയാത്ര ആരംഭിച്ചത്. തുടർച്ചയായി 15 വർഷം ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും അറിയാം. നമ്മുടെ ഈ സ്കൂളിൻ്റെ സാഹചര്യം അറിയാം. പിന്നാക്ക സമുദായത്തിൽ നിന്നും അതുപോലെ പിന്നാക്ക സാഹചര്യത്തിൽ നിന്നും വരുന്ന നിരവധി കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് ബഹുമാനപ്പെട്ട കായിക അധ്യാപകൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ PTA സഹായത്തോടു കൂടി ഇവിടെ 10 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ അവധിക്കാല വെക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മിടുക്കരായ ഒരു കൂട്ടം കുട്ടികളെ വാർത്തെടുക്കുവാൻ ശിവറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിയുന്നുണ്ട്. സബ് ജില്ലയിൽ വിജയിക്കുന്ന കുട്ടികളെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വരെ എത്തിച്ച് നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും മികച്ച പോയിന്റ് നേടുന്നതിന് ഏറ്റവും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കരിക്കോട് ശിവറാം NSS ഹയർ സെക്കൻഡറി സ്കൂൾ. കായിക രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും അതുപോലെ തന്നെ ശാസ്ത്ര മേഖലയിലും മുഴുവൻ മേഖലയിലും മികച്ച വിദ്യാർത്ഥികളെ രാജ്യത്തിന് മുതൽക്കൂട്ടാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ശിവറാം ഹയർ സെക്കൻഡറി സ്കൂൾ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. 87 വർഷം തുടർച്ചയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശിവറാം സ്കൂൾ. എല്ലാ മേഖലയിലും വരും വർഷങ്ങളിലും ശിവറാം സ്കൂളിന് നേട്ടം കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
Thank you.